ഹലോ ഹലോ, നിന്റെ അനിയത്തി എവിടെയുള്ളത് എനിക്കറിയാം. എവിടെയാ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവളിപ്പോ എവിടെയാ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിന്റെ അനിയത്തിയുള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാം. എന്താടാ പോലീസുകാരനെ വരട്ടാണോ? മര്യാദക്ക് എന്റെ അനിയത്തെ തിരിച്ചേൽപ്പിച്ചോ? നീ നിൽക്കുന്നതിന് പിന്നിൽ കറുത്ത ഗേറ്റുള്ള വീട് കാണാം, അവിടേക്ക് വന്നാൽ മതി. വാടാ. ഒരു മിനിറ്റ് സാർ. വിദ്യ എവിടെയാണോ ഉള്ളത്? ഒരു മാന്യനെ പോലെ നിന്നിട്ട് പറയണം ആളെ എവിടെയാണെന്ന് പറയാൻ. എവിടെ കാറിലുണ്ടായിരുന്ന ആ അമേരിക്കൻ ചെറുക്കൻ? അന്ന് സംസാരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും വൈരാഗ്യം തീർത്താ കൊന്നുകളയും ഞാൻ. വെള്ളപ്പന്നി എവിടെയാ നീ ഉള്ളത്? സമാധാനമായിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ ഇവിടെ ഉള്ളത് കോയമ്പത്തൂരിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സാ. ഇവരിവിടെ ഊട്ടിയിൽ ഒരു കോൺഫറൻസിന് വന്നതാ. ഇവരൊരു വെഹിക്കിളില് കോയമ്പത്തൂർ മെയിൻ GH പോയാലേ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയാ ഉള്ളത്. ഗവൺമെന്റ് ഓർഡറാ. ഊട്ടിന്ന് ഒരു വണ്ടിയും പുറത്തേക്ക് പോകാൻ പാടില്ല, അകത്തേക്കും വരാൻ പാടില്ലെന്ന്. ഇറങ്ങി വാടാ. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന നിന്നെയൊക്കെ. ഇവിടെ ആരും ഒളിച്ചിരിക്കുന്നില്ല. നിങ്ങളുടെ അനുജത്തി എന്റെ വീട്ടിലാ ഉള്ളത്. ഞാൻ മിനിസ്റ്റർ സുകുമാരമേനോന്റെ മകളാ. എന്റെ അച്ഛന്റെ ആൾക്കാരുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ അനുജത്തി ഉള്ളത്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞങ്ങളെ കോയമ്പത്തൂർ എത്തിക്കാൻ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഹേയ്, എനിക്ക് ഈ വൈറസിനെ മരുന്നിനെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. വേഗം എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോ. വേറെ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഓർഡർ വെച്ച് എല്ലാത്തിനും ചുട്ടു തള്ളും ഞാൻ. ഇതേ എന്റെ കാർ. അവരെ കൊല്ലണമെന്ന് നിർബന്ധമാണോ? അവർക്കൊരു പ്രത്യേക അസുഖമാ. അവരെ പേഷ്യന്റ് ആയിട്ട് കാണേണ്ടത്. അല്പം പോലും മനസാക്ഷിയില്ലാതെ. നീ അവളെ പിടിച്ച് വണ്ടി കേട്ടെ. ഇത് ഞാൻ നോക്കിക്കോളാം. ഉന്നം തെറ്റൂടാ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ് ആവേ. നീ പോ നോക്ക്. ഞാൻ വരുന്നുണ്ട്. ഏയ്, ഷൂട്ട് ചെയ്യടാ. ജസ്റ്റ് മിസ്സായി പോയടാ. വേഗം വാടാ. ഞാൻ വിചാരിച്ച് എന്റെ മേത്ത് കൊള്ളുന്നു. എന്റെ കുഴപ്പമൊന്നുമല്ല. ഡോക്ടർക്ക് അവരെ കണ്ടിട്ട് പാവം തോന്നുന്നു. അല്ല, എന്നെ കണ്ടിട്ട് പാവാൻ തോന്നുന്നില്ലേ? അവരെല്ലാവരും ഒരു വൈറസ് ബാധിച്ച പേഷ്യൻസാ. ഓ, കുറെ നേരമായി വൈറസ് തുടങ്ങിയിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? ഷൂട്ട് ചെയ്യണോ അതോ പേഷ്യന്റ് ആയിട്ട് കാണണോ? പാവം വിശന്നിട്ടാണ്. ശരിയാ, എനിക്കും ആ ചേട്ടനെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു. ഒരു കടിയല്ലേ അവൻ ചോദിക്കുന്നേ? ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുന്ന പോലെ ആ വേറെല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അതൊരു ത്യാഗമല്ലേ? എന്താ ഡോക്ടർ അനാവശ്യമൊക്കെ പറയുന്നേ? അവരവർക്ക് അനുഭവം വരുമ്പോഴേ മനസ്സിലാവൂ. Check on this. Okay, doctor. Samples are good. Very fast. Come. Begum, oduva. Begum. എല്ലാരും അകത്തേരി വാതിൽ അടയ്ക്ക്. സാമ്പിൾസ് എല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്യ വേഗം. ഉണ്ടല്ലോ അല്ലേ?
ആ നവീൻ, രേണു, ആർ യു സേഫ്? ഡോണ്ട് വറി, ഐ എം ഫൈൻ. അയ്യോ, നീ എവിടെ സേഫ് അല്ലേ? എന്റെ കാര്യം വിട്ടേക്ക്, നിനക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഞാൻ കോയമ്പത്തൂർ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ഓക്കെ, ബൈ. ബൈ. ലവ് യു. ലവ് യു ടു. തീർന്നു. ഒന്ന് സൂക്ഷിച്ചു ഓടിക്കടാ. അല്ല മോളെ, കുറച്ചു നേരത്തേക്ക് ഫോൺ ഓഫ് ചെയ്യാവോ? ഇനി നമ്മൾ എന്താ ചെയ്യാ? ഹലോ, ഇവിടെ ആരുമില്ലേ? വാച്ച്മാൻ. അപ്പൊ ഇതായിരുന്നു സെറ്റപ്പ് അല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ കേൾക്കും. ആ, കേക്കണം. നീ അങ്ങോട്ട് പോ. ആ, അച്ഛാ, അച്ഛാ. വേണ്ട, വേണ്ട. എന്നെ shoot ചെയ്യല്ലേ? വേണ്ട. വേണ്ട, 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 വേണ്ട. എന്നെ ഒന്നും ചെയ്യല്ലേ? മോനെ, അയാളെ എന്തിനാടാ shoot അവൻ എന്നെ ചെയ്യുന്നത്? ഷൂട്ട് ചെയ്യാൻ വന്നതാ. പറ മോനെ, ഒന്നും ബോധമില്ലേ ചെയ്യല്ലേ? നിനക്ക്? അല്ലടി, അയാളെ കണ്ടപ്പം അസുഖം പിടിച്ച പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ വെടിവെച്ചേ. പക്ഷെ ജസ്റ്റ് മിസ്സായി. ആദ്യം താഴോട്ട് ഇറങ്ങാൻ നോക്ക്. വേണ്ട മോളെ, നമ്മുടെ പാചകക്കാരനും എന്റെ പിയെയും കൂടി പേ പിടിച്ച പോലെ എന്റെ പിന്നാലെ കടിക്കാൻ വരിക. ആ പെൺകുട്ടി എവിടെയുള്ളതെന്ന് തുറന്ന് പറയാച്ചാ. പറയാൻ മോനെ, മോനെ, എനിക്കൊന്നും അറിയില്ല മോനെ. നീ പിന്നിലെ ഔട്ട് ഹൗസിൽ ചെന്ന് നോക്ക്. എന്റെ അനുയായികൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഒന്ന് ക്ഷമിക്കും മോനെ. അയ്യോ ഷീലേ, അങ്ങോട്ട് നിനക്കും നേരെ പിടിച്ചോ. ഇവറ്റയ്ക്ക് വെള്ള അലർജിയാന്ന് തോന്നുന്നു. ഇതല്ലേ ഫോട്ടോയിൽ കണ്ട പെണ്ണ്? വിധിയെ കണ്ടെത്താൻ സഹായിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഞാൻ ഡോക്ടർ ആവുമ്പോ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാ. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ യാതൊന്നും പ്രതീക്ഷിക്കാതെ അത് തീർച്ചയായും ചെയ്യുമെന്ന്. നീ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. ഇത് ഭീഷണിയല്ല. ഞങ്ങളുടെ മെഡിക്കൽ ടീമിനെ കോയമ്പത്തൂരുള്ള ലാബിലേക്ക് നീ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഇനി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നീ, നിന്റെ കുടുംബം, ഫ്രണ്ട്സ് ആരും തന്നെ ജീവനോടുണ്ടാവില്ല.